പറമ്പിൽ ഒഴിഞ്ഞു കിടക്കുന്നൊരു സ്ഥലത്ത് കുറച്ച് കപ്പ നട്ടു. ആമ്പക്കാടൻ കപ്പയാണ് നട്ടത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തളിർത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ചിലതിൽ ഈ മൊസൈക്ക് രോഗം പോലെ ഇല ചുരുളിച്ച കാണുന്നുമുണ്ട്. കപ്പയുടെ ഇടവിള ആമ്പക്കാടനാകുമ്പോൾ കുറച്ച് അകലത്തിൽ നടാവുന്നതാണ്. അപ്പോൾ ഇടവിളയായിട്ട് പല സംഗതികളും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന കപ്പയുടെ ചുറ്റും ചീര നട്ടിരിക്കുകയാണ്. ആ ചീര ഏകദേശം ഇനിയിപ്പോൾ ഒരു 15-20 ദിവസം കൊണ്ട് ഇത് വിളവെടുക്കാൻ പറ്റും. അപ്പോഴേക്ക് കപ്പയുടെ വളർച്ച വലുതായിട്ടൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഈ ചീരയ്ക്ക് ഞാൻ ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ ഉള്ള മിശ്രിതം ചേർത്തിട്ട് അതിൻ്റെ ചൂടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കപ്പയ്ക്കും വളരെയധികം ഉപകാരപ്പെടുന്നൊരു സംഗതിയാണ്. അതുകൂടാതെ വേറെ ഇടവിളയായിട്ട് ചെയ്തിരിക്കുന്നത് കുറ്റിപ്പയറാണ്. കുറ്റിപ്പയറും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തളിർത്ത് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 ആഴ്ച കൊണ്ട് ഇതിൽ കായ്കൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കപ്പയ്ക്ക് വല്ലാത്ത എലിശല്യമാണ്. ചിലതൊക്കെ അപ്പാടെ തന്നെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഈ മൊസൈക്ക് രോഗവും കുറച്ചൊക്കെ ബാധിച്ചിട്ടുണ്ട്. മൊസൈക്ക് രോഗത്തിന് ഇനിയിപ്പോൾ കഞ്ഞിവെള്ളവും വിനാഗിരിയും ചേർത്ത മിശ്രിതമൊക്കെ തളിച്ച് നോക്കിയാൽ അതങ്ങ് മാറാൻ സാധ്യതയില്ല. എന്നാലും നമുക്കിന്ന് പരീക്ഷിച്ച് നോക്കാവുന്നേ ഉള്ളൂ. ചീര പല സൈസിലുള്ള ചീരയാണ് നട്ടിരിക്കുന്നത്. ചിലതിൽ വളരെ ചെറുതാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ സ്വന്തം ആവശ്യത്തിനായതുകൊണ്ട് പലപ്പോഴായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും.